ഗസയിലെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന സന്നദ്ധ സംഘടനകൾ. ഇന്ധനക്ഷാമം മൂലം ഒരാശുപത്രിയുടെ പ്രവർത്തനം നിലച്ചു. വെടിനിർത്തൽ രണ്ടാം ഘട്ടം ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു. ഇടക്കാല സർക്കാർ രൂപീകരണവും സേനാ വിന്യാസവും പ്രതിസന്ധിയിലാണ്. ഹമാസ് സംഘം ബാഗ്ദാദിൽ ഇറാഖ് നേതാക്കളുമായി ചർച്ച നടത്തി. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളുടെ വീടുകൾക്ക് നേരെ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണം തുടരുകയാണ്. MCA നാസർ ചേരുന്നുണ്ട് സമഗ്രമായ വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്നു. ഇതിനിടെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സന്നദ്ധ സംഘടനകൾ പറയുന്നു. എന്താണ് സാഹചര്യം? പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്താണ്? ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി 2 കൊല്ലമായിട്ട് നീണ്ടുന്ന ഈ ഒരു യുദ്ധത്തിന്റെ കെടുതികളെ ചെറിയ തോതിലെങ്കിലും അതിജീവിക്കാൻ ഫലസ്തീൻ ജനതയ്ക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു പൊതുവെ രൂപപ്പെട്ടിരുന്നത്. കാരണം അത്രയും കൃത്യമായിട്ടുള്ള ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒക്ടോബർ 10 മുതൽ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ ഇത്രയും നാൾ പിന്നിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ വെടിനിർത്തലിന്റെ യാതൊരു ആനുകൂല്യവും ഫലസ്തീൻ ജനതയ്ക്ക് ലഭ്യമായിട്ടില്ല. അതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവുകളാണ് മാനുഷിക ദുരന്തം അതിന്റെ തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ തുടരുന്നതായിട്ടുള്ള UN റിപ്പോർട്ട്, തുടർന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നു. അവരും വ്യക്തമാക്കുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഉതകുന്ന സൗകര്യങ്ങളോ സഹായങ്ങളോ ഗസൻ ജനതയ്ക്ക് നൽകാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. കാരണം നിത്യം ഒരു 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കടത്തിവിടണം എന്നായിരുന്നു ഈ കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. പക്ഷേ 200-ന് ചുവടെ ട്രക്കുകൾ മാത്രമാണ് ശരാശരി സ്വഭാവത്തിൽ ഇപ്പോൾ ഗസയിലേക്ക് എത്തുന്നത്. അതിൽ തന്നെയും വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് എത്തിക്കുന്നത്. ഭക്ഷണവും വെള്ളവും മരുന്നും മാത്രമല്ല, അടിസ്ഥാനമായിട്ടുള്ള ഒരു താൽക്കാലിക താമസ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങൾ, ഇന്ധനം എന്നിവ ഉൾപ്പെടെയുള്ള ഏറ്റവും അടിസ്ഥാന ഒരു ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആ സംവിധാനങ്ങൾ പോലും നൽകാൻ ഇസ്രായേൽ നേതൃത്വം വിസമ്മതിക്കുകയാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അത് ശക്തമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഗസൻ ജനത മുന്നോട്ട് പോകുന്നത് എന്നാണ് ഏറ്റവും പുതിയ അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളുടെയും സന്നദ്ധ ഏജൻസികളെയും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ഇതിനെ മറികടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പോലും ഇല്ല. കാരണം ഇന്ന് അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ട അല്ലൗദ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. കാരണം അവിടെ നടക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസുകളും പിന്നെ തങ്ങൾക്കത് നിർവഹിക്കാനുള്ള ഇന്ധനം ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചതോടുകൂടി പരിക്കേറ്റവരും അല്ലാത്തതുമായിട്ടുള്ള ആയിരങ്ങളാണ് ഇപ്പോൾ നരകിക്കുന്നൊരവസ്ഥ ആ ഒരൊറ്റ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളത്. ഗസയിലുടനീളം ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഈ ഇന്ധനം നൽകാൻ ഇനിയും ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. താൽക്കാലിക താമസ സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന ആ അഭ്യർത്ഥനയും നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. നാസർ, ഇങ്ങനെ ആക്രമണം ശക്തമാകുന്നതിനിടയിൽ ആശുപത്രികളുടെ പ്രവർത്തനമടക്കം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ മറ്റ് രാജ്യങ്ങളുടെ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഗസയ്ക്ക് നൽകിയ സഹായം നമ്മൾ കണ്ടതാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്? ഇതിന് പല രാജ്യങ്ങളും UAE-യും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി സേവനങ്ങൾ, സഹായങ്ങൾ എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ട്രക്കുകൾ ഇപ്പോൾ പോലും റഫ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ്. പക്ഷേ ആ റഫ അതിർത്തി ഒക്ടോബർ 10-നോടുകൂടി തുറക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പല സാങ്കേതിക വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലും ആ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. കാരണം അതിർത്തി വേണമെങ്കിൽ ഈജിപ്തിലേക്കുള്ള ഭാഗത്ത് തുറക്കാം, ഫലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാം. പക്ഷെ അവർക്ക് ഒരിക്കലും തന്നെ മടങ്ങി വരാൻ അനുമതി ഉണ്ടാകില്ല എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അർത്ഥം ഫലസ്തീനികളെ ഈജിപ്തിലേക്കോ മറ്റോ പുറന്തള്ളുക എന്ന നേരത്തെയുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്തരമൊരു ആനുകൂല്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അത് ഫലസ്തീൻ ജനതയും അതോടൊപ്പം തന്നെ ഫലസ്തീൻ കൂട്ടായ്മകളും നിഷേധിക്കുകയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെങ്കിലും ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവർക്ക് ഏറ്റവും വിദഗ്ധ ചികിത്സ വിവിധ രാജ്യങ്ങളിൽ നൽകേണ്ടതുണ്ട്. പല ഗൾഫ് അറബ് രാജ്യങ്ങളും അതിന് സന്നദ്ധത അറിയിച്ചതാണ്. പക്ഷെ അവരെ കൊണ്ടുപോകാനുള്ള ഒരു അനുമതി ഇപ്പോൾ പോലും ഇസ്രായേൽ നൽകിയിട്ടില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ഫലസ്തീൻ ജനതയെ ഈ ദുരിതപർവ്വത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. അവർക്ക് ഗത്യന്തരമില്ലാതെ അവർക്ക് ഗസ വിടാനുള്ള ഒരു അവസരം രൂപപ്പെടുത്തുക, അങ്ങനെ ഗസയിൽ നിന്ന് ഫലസ്തീൻ വിമുക്തമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്ന ഒരു കൊളോണിയൽ അജണ്ട തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ജനജീവിതം ദുസ്സഹമാകുന്ന നടപടികൾ ഇസ്രായേൽ
ഇസ്രായേൽ കടുപ്പിക്കുകയാണ് നാസർ. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഗസയിൽ ഏതൊക്കെ ഭാഗത്താണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത്? ഏറ്റവും പുതിയ ആക്രമണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ദീന ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലുമാണ് ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും നടന്നിരിക്കുന്നത്. 2 പേർ മരണപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ആക്രമണ പരമ്പരകൾ തുടരുകയാണ്. കാരണം ഈ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ 900 തവണയാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 412 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 1200-ലധികം ഫലസ്തീനികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് ഈ വെടിനിർത്തൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതിനൊക്കെ ഉത്തരവാദികൾ ഹമാസ് ആണെന്ന ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. പക്ഷേ എന്തായാലും വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അമേരിക്ക സമർപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസുമായിട്ടും ഇസ്രായേലുമായിട്ടും പരോക്ഷ സ്വഭാവത്തിലുള്ള അനൗപചാരിക സ്വഭാവത്തിലുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. എന്തായാലും ജനുവരിയോടുകൂടി തന്നെ ഈ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രയോഗതലത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം അതോടൊപ്പം തന്നെയാണ് അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം. ഈ 2 പ്രധാന കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ജനുവരിയോടുകൂടി 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരും എന്ന കാര്യത്തിലുള്ള ആ ചോദ്യത്തിനും ഒരു തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകാൻ മധ്യസ്ഥ രാജ്യങ്ങൾക്കോ അമേരിക്കക്കോ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. ജിന.